പക്ഷേ അള്ളാഹുവിൽ നിന്നുള്ള ഈ ഖൈറ് വാങ്ങിക്കൊടുക്കുന്നവൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസ് വല്ലാഹുൽ മുഅ്തി വഅനൽ ഖാസിം, അള്ളാഹുവാണ് നൽകുന്നതെങ്കിലും ഞാനാണത് വീതിക്കുന്നവൻ. ആ വഴിയല്ലാതെ അള്ളാഹുവിൽ നിന്ന് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. എങ്കിൽ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത വിഷയമാണല്ലോ അത്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത്? ഒരു പക്ഷേ അയാളുടെ കമാലിയത്തിന്റെ പേരിലായിരിക്കാം, അതല്ലെങ്കിൽ അയാളുടെ ജമാലിയത്തിന്റെ പേരിലായിരിക്കാം, അതും അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നുള്ള ഇഹ്സാനിന്റെ പേരിലായിരിക്കാം. ഈ 3 നിലക്കാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത്. ജമാലിയത്ത്, കമാലിയത്ത്, ഇഹ്സാനിയ, ഈ 3 നിലക്കാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത്. എങ്കിൽ ഈ 3ലും തുല്യതയില്ലാത്ത സമ്പൂർണ്ണത അവകാശപ്പെടാൻ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ സാധ്യമല്ല. എല്ലാ അർത്ഥത്തിലും. ഒന്ന് ബാഹ്യ സൗന്ദര്യം, അതാണ് ജമാലിയത്ത് എന്ന് പറയുന്നത്. ബാഹ്യ സൗന്ദര്യത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ സ്നേഹിക്കും. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സൗന്ദര്യ ആരാധകന്മാരാണല്ലോ മനുഷ്യരിൽ വലിയൊരു ഭാഗം. ഏതൊരു സ്ത്രീയെ ഒരു പുരുഷൻ, അല്ലെങ്കിൽ ഒരു പുരുഷനെ ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഇന്ന് തലതിരിഞ്ഞ ലോകത്ത് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഒരു സ്ത്രീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ സ്നേഹമൂത്ത് അവസാനം പ്രേമമായി മാറുന്നുണ്ടെങ്കിൽ ബാഹ്യ സൗന്ദര്യമാണല്ലോ അതിന്റെ മുഖ്യ കാരണം. ഇത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ബാഹ്യ സൗന്ദര്യം ഒറ്റ നോട്ടത്തിൽ ചില ആളുകളുടെ അടിമയായി പോകുന്നു. ഈ സൗന്ദര്യം ആണ് മനുഷ്യൻ സ്നേഹിക്കാനും സ്നേഹമൂത്ത് പ്രേമമാകാനും ഒരു മനുഷ്യന്റെ അടിമയാകാനും ഒക്കെ എത്രത്തോളം ഒരു പെണ്ണിനെ സ്നേഹിച്ച് അതിന് നിറത്തിനും വർണ്ണത്തിനൊന്നും ഇല്ലെങ്കിലും അതിനൊരു മാനദണ്ഡം ഉണ്ടല്ലോ. പണ്ടൊരു കറുത്ത പെണ്ണിനെ ഒരു കാക്ക സ്നേഹിച്ചിട്ട് എല്ലാം തലേക്ക് ഒരു കറുത്ത പട്ടിയെ കണ്ടപ്പോ അയാള് പറയൂ, നിന്നെ കണ്ടപ്പോ എന്തോ ഒരു സന്തോഷമായി എനിക്ക്. കാരണം എന്താ, എന്റെ പ്രേമവാചനം ഒരു കറുത്ത സ്ത്രീ, അതുകൊണ്ട് നിന്നെ കാണുമ്പോൾ എനിക്ക് അവരെ പെട്ടെന്ന് ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല. ആണ് മഹബത്ത് എന്ന് പറയുന്നത്. അതാണ് മഹബത്ത് എന്ന് പറയുന്നത്. അവരുമായി കൊണ്ടുള്ള എന്ത് ബന്ധമുള്ള വസ്തുവിനെയും സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. മദീനത്തെ മഹാന്മാരൊക്കെ പ്രേമിച്ചിരിക്കുകയാണ്. നിമിത്തങ്ങൾ മാത്രമല്ല, മദീന എന്ന് കേൾക്കുന്ന മാത്രയിൽ തന്നെ അവരുടെ മനസ്സിനെ അത് സ്വാധീനിക്കുന്നു. എന്തുകൊണ്ട്? നിമിത്തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം, അവിടുന്ന് പ്രിയപ്പെട്ട, അവിടുന്ന് തെരഞ്ഞെടുത്ത്, അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന വിശുദ്ധ മദീനയോടുള്ള പ്രേമമായി മാറിയെങ്കിൽ ആ പ്രേമിക്കപ്പെടുന്ന നാട്ടിൽ ജീവിച്ച പ്രേമവാചനമാവുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവരുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിച്ചിരിക്കും എന്നത് നമ്മൾ എല്ലാ അർത്ഥത്തിലും അവര് വാക്കാൽ പറയുകയല്ല, അക്ഷരാർത്ഥത്തിലായത് ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയും എന്റെ വാപ്പയും അങ്ങക്ക് വേണ്ടി ദാനമാണ്, ഫിദിയാണ്, മോചനദ്രവ്യമാണ് എന്ന് പാക്കാൽ പറയുകയല്ല, അവർക്ക് അക്ഷരാർത്ഥത്തിൽ അതായിരുന്നു. ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അവരെല്ലാം ഒരു കാരണം എന്താ, ആ സൗന്ദര്യത്തിന്റെ, ചുരുക്കി പറയാണ്, ആ സൗന്ദര്യം അതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൗന്ദര്യം, മനുഷ്യ സൗന്ദര്യം എന്ന് പറയുന്ന സൗന്ദര്യത്തിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സൃഷ്ടിച്ചതല്ലേ, അതിന്റെ മേലുള്ള ഒരു സൗന്ദര്യമുള്ള അല്ലാഹു തആല വേറെ പഠിച്ചിട്ടില്ല. സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പൂർണ്ണ സൗന്ദര്യത്തിന്റെ ഉടമ ഹവ്വാ ബീവിയും, പുരുഷന്റെ കൂട്ടത്തിൽ ഏറ്റവും സമ്പൂർണ്ണ സൗന്ദര്യത്തിന്റെ ഉടമ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമുമായിരുന്നു. എന്നാൽ ആ ഹവ്വാ ബീവിന്റെ പൗതി സൗന്ദര്യമുള്ളവരായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പത്നിയായിരുന്ന ബീവി ഹാജർ എന്നൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹാജറ അല്ല, സാറ, ഹാജറല്ല, ബീവി സാറ, ആദ്യത്തെ ഭാര്യ. യൂസുഫ് നബി അലൈഹിസ്സലാമിന് ആദം നബി അലൈഹിസ്സലാമിന്റെ അർദ്ധ സൗന്ദര്യം നൽകപ്പെട്ടിരുന്നു എന്ന്. എന്നാൽ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ എന്ന് നേരത്തെ പറഞ്ഞ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തിൽ, മനുഷ്യ സൗന്ദര്യത്തിന്റെ ഈ രൂപത്തിൽ മറ്റൊരാൾക്ക് ഷെയർ ഇല്ല. അതൊരു സമ്പൂർണ്ണ സൗന്ദര്യം സ്വന്തമാവുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുസ്നിയത്ത് മറ്റൊരാളുമായി ഭാഗം വെക്കുന്നതോ പങ്കുചേർക്കുന്നതോ അല്ല, അത് സ്വതന്ത്രമായ ഒരു സൗന്ദര്യമായിരുന്നു. ആ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടൊരു പ്രത്യേക സമയത്ത് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അങ്ങ് അന്തം വിട്ടുപോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നെറ്റിയിൽ ഒരു ചെരുപ്പ് കേട് വന്നത് തുന്നിക്കൊണ്ടിരിക്കുക. ശ്രദ്ധിച്ച്, അറബിയിലെ ചൂടുമല്ലേ ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിത്തടത്തിൽ ഇങ്ങനെ ചെറിയ മുത്തുമണി പോലെ ചെറിയ ഈ
ഈ വിയർപ്പ്, ആ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ പ്രകാശിക്കുന്നത് പോലെ തന്നെ നിലക്കിങ്ങനെ നോക്കി ഷാർദിയല്ലാഹുവിനെ അന്താളിച്ചു. എന്നിട്ട് തങ്ങൾ കണ്ടു, മാലക്കി ബുഹിത്തി, എന്തോ നിങ്ങൾ അന്താളിച്ചിരിക്കുന്നത് വെച്ച്. ഹബീബായ നബിയെ, തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ഞാന് ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ട് ആ സൗന്ദര്യത്തെ അവർ വർണ്ണിക്കാലോ. ബഹുമാനപ്പെട്ട ഹബീബായ നബിയെ, സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം, ഈജിപ്തിലെ യുവസുന്ദരികളായ സ്ത്രീകൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി മതിമറന്ന് പഴൻമുറിക്കുന്ന സമയത്ത് കൈവിരലുകൾ അറ്റുപോയിട്ട് അറിയാതെ ആ സൗന്ദര്യം അവർ ആസ്വദിച്ചെങ്കിൽ അപ്പോൾ അവരുടെ കൈവിരലുകളുടെ തലയെ പോയുള്ളൂ ഹബീബെ അങ്ങയുടെ ഷറഫാക്കപ്പെട്ട സൗന്ദര്യം അവർ ദർശിച്ചിരുന്നെങ്കിൽ കൈമുറിക്കാൻ ആളുണ്ടാവില്ല, അറ്റാക്കായി മരിച്ചു പോയിട്ടുണ്ടാവും. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രം സൗന്ദര്യമാ. എല്ലാ നബിമാരും പൂർണ്ണ സുന്ദരന്മാര് തന്നെയാണ്. അതിന്റെ കാരണം ഒന്ന് ഇതാണ്, എല്ലാ നബിമാരെയും ആ ഉമ്മത്ത് ആദ്യമായി വേണ്ടത് സ്നേഹിക്കുകയാണ്, എന്നിട്ടാണ് പിന്താക്കേണ്ടത്. സ്നേഹിക്കാൻ പല കാരണങ്ങളുള്ളതിൽ ഒന്ന് ഏത് സാധാരണക്കാരനെയും ആകർഷിക്കുന്ന ബാഹ്യ സൗന്ദര്യം തന്നെ. ബാഹ്യ സൗന്ദര്യത്തിൽ അമ്പിയാക്കന്മാർക്ക് സമാനരായി ആ കാലഘട്ടത്തിൽ ആരും ഉണ്ടായിരിക്കില്ല. എന്നാൽ അമ്പിയാക്കളുടെ മുഴുവനും നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാഹ്യ സൗന്ദര്യം അത് നമുക്ക് എങ്ങനെ കാണാൻ നമ്മൾ പഠിക്കാൻ തയ്യാറുണ്ടോ? ആ ശരീരത്തെ നമ്മുടെ മുന്നിൽ വ്യക്തമായി കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതുപോലെ അവിടത്തെ മൂർധാവ് മുതൽ കാലടി വരെയുള്ളത് അംഗപ്രത്യംഗ വർണ്ണനം കൃത്യമായി നടത്തിക്കൊണ്ട് അതിനൊരു പ്രത്യേക ശാസ്ത്രശാഖ തന്നെയുണ്ട് ജ്ഞാനരംഗത്ത്. അതിന് പറയാം ഷമായിലുൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഷമായിൽ എന്നാ പറയാം. ഈ ഷമായിലിൽ പറയാത്ത ഒരു കാര്യവും വിട്ടിട്ടില്ല അവിടുത്തെ ശരീരത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള. അതിലാണ് അവിടുത്തെ താടിയിലും തലയിലും കൂടി 18 മുടി തികച്ചു വരച്ചിരുന്നില്ല, 16 17 മുടിയെ നരച്ചിരുന്നുള്ളൂ എന്ന് വരെ പറഞ്ഞു. ആകെ താടിയിലും തലയിലും കൂടി ഇങ്ങനെ ഇത്രയും കൃത്യമായി അവിടുത്തെ. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ പഠിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവന്റെ മനസ്സിന്റെ മുന്നിൽ പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന രീതിയിൽ ശാരീരികമായി തന്നെ അവതരിപ്പിച്ചു. ബാഹ്യ സൗന്ദര്യം സ്നേഹത്തിന്റെ പ്രധാനമായ ഒരു കാരണമാണ്. പക്ഷെ ഇത് മാത്രം പോരാ. ബാഹ്യമായി എത്ര തന്നെ സുന്ദരനാണെങ്കിലും ഉള്ള് അങ്ങേയറ്റത്തെ ദുഷ്ടന്മാരുണ്ടാവും, ദുഷ്ടകളുണ്ടാവും. അതോടുകൂടി ഈ ബാഹ്യ സൗന്ദര്യം ഒരു ക്ഷണികമായ ആകർഷണമാണ്. അത് അടുത്തറിയുമ്പോൾ ഉള്ളിലേക്ക് എത്തുമ്പോൾ അകന്നു പോകും, ഉള്ളു ശുദ്ധിയില്ലെങ്കിൽ. അതേ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥ മഹാന്മാരായ സ്വഹാബാ കിറാമുകൾ പറയുന്നു, മൻ റആഹു ബദിഹത്തൻ ഹാബഹു, പെട്ടെന്ന് ഒറ്റനോട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആര് കണ്ടാലും എത്ര വലിയ യോഗ്യനും എത്ര വമ്പനാണെങ്കിലും ഒറ്റനോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ അവിടുത്തെ ഗാംഭീര്യത്തിൽ ഹാബഹു, ഭയപ്പെട്ടു പോകും. അതങ്ങനെയായിരുന്നു പ്രത്യേകം. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഒരു ഗാംഭീര്യം. ഈ ഗാംഭീര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് വെച്ചൊരു കവചമാണ്. കാരണം അതില്ലെങ്കിൽ മുഴുവൻ പെണ്ണുങ്ങളും കയറി പിടിക്കൂ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഈ കവചമില്ലാത്തത് കൊണ്ടായിരുന്നു ഈജിപ്തിലെ സുന്ദരികൾ പ്രേമിക്കാൻ പോയത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ചു കണ്ട ഒരു പെൺകുട്ടിയെങ്കിലും നബി തങ്ങളെ കൂട്ടത്തിൽ കൂടിയെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താ? ഈ ഹൈബത്ത് എന്ന് പറയുന്ന ഒരു ആവരണം കൊണ്ട് വലയം ചെയ്യപ്പെട്ട് സംരക്ഷിക്കപ്പെടുക. അതേ സമയത്ത് വമൻ ഖാലതഹു മഅരിഫതൻ അഹബ്ബഹു, അടുത്തെറിഞ്ഞു വരുമ്പോൾ മനസ്സിൽ നിന്നിട്ട് വേർപ്പെടുത്താൻ കഴിയാത്ത സ്നേഹം. എത്ര കണ്ടടുക്കുന്നു അത്ര കണ്ട് സ്നേഹം കൊണ്ട് പിന്നെ ആ സ്നേഹത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി മാറും. അവിടുത്തെ പരിചാരകനായിരുന്ന ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു തആല കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിചാരകന്മാരിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു തആല. സൗബാൻ റളിയല്ലാഹു തആല നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത് നബി തങ്ങളുടെ എല്ലാം അടുത്ത് മനസ്സിലാക്കിയ മഹാൻ. അദ്ദേഹം ഉണ്ട് നല്ല സുന്ദരനായ മനുഷ്യനാണ്, നല്ല യുവ കോമളനാണ്, നല്ല ആരോഗ്യവാനുമാണ്. കുറെ ദിവസത്തിന് അദ്ദേഹത്തെ കാണുന്നില്ല. ഒരു ദിവസം വരുന്നു നോക്കുമ്പോ ആ സൗന്ദര്യമൊക്കെ പോയി എന്തോ വല്ലാതായി ഉണങ്ങി രൂപമൊക്കെ വിട്ട് വല്ലാതെ അവശനായ ഒരു കോലത്തിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സൗബാൻ മാലക്, എന്ത് സംഭവിച്ചു നിങ്ങൾക്ക്? എന്താ ഇത് ഇങ്ങനൊരു കോലം, എന്താ പറ്റി? അദ്ദേഹം പൊട്ടിക്കരയുകയാണ്.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ പൊട്ടിക്കരയാണ് സൗബാൻ റളിയല്ലാഹു അൻഹു, നബിയെ എനിക്ക് തങ്ങളെ കാണാതെ ജീവിക്കാൻ കഴിയില്ല. രാത്രി തങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരും. ഇവിടെ വന്നാൽ എനിക്ക് കാണാമല്ലോ. പകല് ഞാൻ എന്റെ വീട്ടിൽ ഭാര്യമാരുമായി ഒന്നിച്ചു ജീവിക്കുന്ന സമയത്ത് ചില സമയത്ത് എനിക്ക് തങ്ങളെ കാണണം, ഉടനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരും, തങ്ങളെ കാണും, എനിക്ക് സമാധാനം. അങ്ങനെ ഒരിക്കൽ ഞാൻ ചിന്തിച്ചു, എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്റെ ഹബീബിനെ പോയി കാണാൻ പറ്റും, സമാധാനം. പക്ഷേ ഈ ദുനിയാവിലല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും എന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളും ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിയേണ്ടവരാണ്. അങ്ങനെ നബിയെ ഞാനും തങ്ങളും മരണം കൊണ്ട് വേർപെട്ട് കളഞ്ഞാൽ നാളെ പരലോകത്തൊരു പക്ഷേ സ്വർഗത്തിൽ കടന്നെന്ന് വന്നേക്കാം. അങ്ങനെ സ്വർഗത്തിൽ കടന്നാൽ പോലും പാവപ്പെട്ട സൗബാൻ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തല്ലേ നബിയെ ഉണ്ടാകുക. അങ്ങ് അള്ളാഹുവിന്റെ പടപ്പുകളുടെ സയ്യിദായ ഹബീബെ അമ്പിയാക്കളുടെ നേതാവായ അങ്ങ് ഏറ്റവും ഉയർന്ന ഫിർദൗസുൽ അഅ്ല എന്ന് പറയുന്ന സ്വർഗത്തിലല്ലേ. അപ്പൊ എനിക്ക് എന്തിനു സ്വർഗം? എനിക്കെന്തിനാണ് സ്വർഗം? സ്വർഗത്തിൽ എനിക്ക് എന്തേ സുഖം? അങ്ങേ കാണാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ലോകത്ത് പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം? ഞാൻ അത് ചിന്തിച്ചു. നബിയെ അങ്ങേ സ്വർഗത്തിൽ നിന്നിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തിനു സ്വർഗത്തിൽ ജീവിക്കണം? എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ ചിന്ത എന്നെ സ്വാധീനിച്ചു. എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല, ഭാര്യയോടൊന്നിച്ച് ശയിക്കാൻ കഴിയുന്നില്ല. ഞാൻ ആകെ മാനസികമായി തകർന്നിരിക്കുന്നു നബിയെ. അതാണ് എന്റെ ശരീരത്തിൽ ഈ മാറ്റം കാണുന്നത്. ഇതിനൊരു പരിഹാരമുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിഷമിച്ചു. സഹാബാക്കളൊക്കെ കേട്ട് അന്താളിച്ചു നിൽക്കുകയാണ്. എല്ലാവരുടെയും പ്രശ്നം അത്. അവർക്കും ഒക്കെ ഉണ്ട് പ്രശ്നം, പക്ഷെ അവരെ ഇത്രത്തോളം ശാരീരികമായി ബാധിച്ചില്ല എന്നേ ഉള്ളൂ. എല്ലാവരുടെയും പ്രശ്നം തന്നെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനയായി. അവിടുന്ന് ദുഃഖിക്കുകയാണ്. കാരണം ഇവർ പറയുന്നത് സത്യമാണ്, സത്യമേ അവർ പറയുന്നുള്ളൂ. അവർ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിൽ എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ ഇവരൊക്കെ? അപ്പോഴാണ് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ ദാലികൽ ഫദ്ലു മിനല്ലാഹ്. അള്ളാഹുവിന്റെ ഔദാര്യമായിട്ട് അള്ളാഹുവിനെയും റസൂലിനെയും മഹബത്ത് വെച്ച് അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ട് ജീവിച്ചാൽ അവർക്ക് സ്വർഗീയ ലോകത്ത് അള്ളാഹുവിന്റെ അമ്പിയാക്കളോടും സിദ്ദീഖീങ്ങളോടും ശുഹദാക്കളോടും കൂടെ ഒരുമിച്ച് കൂടാനാകും. ഉടനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട സൗബാനെ വിളിച്ചു പറഞ്ഞു, സൗബാൻ അന്ത മഅമൻ അഹബ്ബത, നീ ആരെ മഹബത്ത് വെക്കുന്നു അവരോടൊപ്പം ഉണ്ടാവും. നീ ബേജാറാകണ്ട. സ്വർഗത്തിൽ കിടക്കാൻ ഭാഗ്യം കിട്ടിയാൽ നീ എന്നെ സ്നേഹിക്കുന്നു, നിനക്ക് എന്റെ കൂടെ ഒരുമിച്ച് കൂടാനാകും. നിന്നെ എന്നെ കാണണമെന്ന് എപ്പോൾ ആഗ്രഹിക്കുന്നു അപ്പോൾ നിനക്ക് കാണാനാകും. ഈ വിവരം നബി തങ്ങൾ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ ചുറ്റും നിൽക്കുന്ന സഹാബാക്കൾ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വന്നതിന് ശേഷം അന്നത്തെ ദിവസം സന്തോഷിച്ചതുപോലെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല. കാരണം പറയാണ്, അന ഉഹിബ്ബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹിബ്ബു അബൂബക്കർ വഉമറ വലം അമൽ ബിഅമലിഹിം. ഞാൻ എന്റെ ഹബീബായ നബി തങ്ങളെയും അവിടുത്തെ പ്രിയ സഖാക്കളാവുന്ന സിദ്ദീഖുൽ അക്ബറിനെയും ഉമറുൽ ഫാറൂഖിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അവർ ചെയ്തതുപോലെയുള്ള ഇബാദത്തൊന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. എങ്കിലും എന്റെ ഹബീബ് പറഞ്ഞത് അന്തമൻ അഹ്ബബ്ത, ഇങ്ങ് ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ സ്വർഗത്തിലുണ്ടാവുമെങ്കിൽ ഹബീബിന്റെ കൂടെയും സിദ്ദീഖുൽ അക്ബറിന്റെയും ഉമറുൽ ഫാറൂഖിന്റെയും കൂടെ എത്താമെന്നല്ലേ പറഞ്ഞത്. അതോടുകൂടി സുബ്ഹാന അല്ലാഹു സമാധാനമായി. ഇതായിരുന്നു അവരുടെ സ്നേഹം. ആ സ്നേഹം അക്ഷരാർത്ഥത്തിൽ അവരുടെ ശരീരം തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭാവന ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന്റെ ചെറിയ 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 വിഷയങ്ങളിൽ പോലും വളരെ താല്പര്യമെടുത്ത് സ്വന്തം ഉമ്മമാരും സ്വന്തം വാപ്പമാരും എന്ന് വേണ്ട സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെക്കാളും സ്നേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് കൊടുക്കുന്നു. അവരുടെ എല്ലാ പ്രശ്നത്തിനും അപ്പോൾ സന്തോഷകരമായ മറുപടി കൊടുത്ത് പരിഹാരമുണ്ടാക്കി കൊടുത്ത് അവരെ സ്നേഹിച്ച് എത്രത്തോളം ചെറിയൊരു കുട്ടിയുടെ കരച്ചിൽ പോലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല.